91 പ്ലസ് 92 പ്ലസ് 93 പ്ലസ് എറ്റ്സെട്ര പ്ലസ് 110 വില കാണുക. 91 മുതൽക്ക് 110 വരെയുള്ള എണ്ണൽ സംഖ്യകൾ 91 മുതൽക്ക് 110 വരെയുള്ള എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ എത്ര കിട്ടും? ഇത് കൂട്ടിയാൽ എത്ര കിട്ടും ചോദിക്കാൻ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താ അറിയോ? ഇതിൽ എത്ര എണ്ണ ഉണ്ട്, അതായത് 91 മുതൽക്ക് 110 വരെ എത്ര എണ്ണൽ സംഖ്യകളുണ്ട്, 91 മുതൽക്ക് 110 വരെ എത്ര എണ്ണൽ സംഖ്യകളുണ്ട് എന്ന് കാണാൻ 110 നിന്ന് 91 കുറയ്ക്കുക. 110 ആദ്യത്തെ അവസാനത്തെ നിന്ന് ആദ്യത്തെ കുറയ്ക്കുക. 110 നിന്ന് 91 കുറയ്ക്കുക. അതിനോടുകൂടി 1 കൂട്ടുക. എപ്പോഴും 1 സ്ഥിരസംഖ്യയാണ്. അപ്പോൾ ഇതിൽ എണ്ണം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? അവസാനത്തേന്ന് ആദ്യത്തെ കുറയ്ക്കുക, എന്നിട്ട് അതിനോടുകൂടി 1 കൂട്ടിയാൽ മതി. 110 നിന്ന് 91 കുറച്ച് എത്ര വരും? 19 വരും അല്ലേ? 110 91 കുറച്ച് 19 1 20. അതായത് നമുക്ക് എന്ത് മനസ്സിലായി? 91 മുതൽക്ക് 110 വരെ 20 എണ്ണൽ സംഖ്യകളാണ് ഉള്ളത്. നമുക്ക് 91 110 ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല, നമുക്ക് നോക്കി തന്നെ പറയാൻ പറ്റും. പക്ഷേ വേറെ പല സംഖ്യകൾ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് അറിയണ്ടേ? അതിനാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ 91 മുതൽക്ക് 110 വരെ എത്ര എണ്ണൽ സംഖ്യകളുണ്ട്? 20 എണ്ണൽ സംഖ്യകളുണ്ട്. ഇനി നമുക്ക് എന്ത് കാണണം? ഇതിൻ്റെ തുക കാണണം. ഇത് സമാന്തര ശ്രേണിയാണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അരിത്മെറ്റിക് സീക്വൻസിൻ്റെ തുക കാണാൻ, സമാന്തര ശ്രേണിയുടെ തുക കാണാൻ എന്താ സൂത്രവാക്യം? n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. n/2 ഇൻറ്റു ആദ്യ പദം ഫസ്റ്റ് ടേം പ്ലസ് nth ടേം. എണ്ണം എത്ര? 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം ആദ്യ പദം എത്ര? 91 പ്ലസ് nth ടേം അതായത് അവസാന പദം എത്ര? 110. 20/2 പറഞ്ഞാൽ 20ൻ്റെ പകുതി 10 ഗുണിക്കണം ഇത് കൂട്ടുക. ഇത് കൂട്ടുമ്പോൾ 110 91 കൂട്ടുക. 110 91 കൂട്ടുമ്പോൾ 1 9 10 1 2 എത്ര വരും? 201 വരും. 201 × 10 2010 ഉത്തരം.